ഒരു ബുക്കിൻ്റെ റിവ്യൂ ചെയ്യണമെന്നത് ഞാൻ എഴുത്തു തുടങ്ങിയ കാലം തൊട്ടേ വിചാരിക്കുന്നതാണ്. പക്ഷേ എന്തോ അന്നത് സാധിച്ചില്ല. ബട്ട് ഇപ്പോൾ അതിനൊരു സമയം വന്നു. ഞാൻ ആദ്യമായിട്ട് റിവ്യൂ ചെയ്യുന്ന ഒരു പുസ്തകം. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഏറെ പ്രിയപ്പെട്ടതുമാണ്. ഡിയർ നീരജ്, റിട്ടൺ ബൈ ജയലക്ഷ്മി ശ്രീനിവാസൻ. എൻ്റെ വിധിയിൽ നീ ഉണ്ടായിരിക്കില്ല, പക്ഷേ നീ എന്നും എൻ്റെ ജീവിതത്തിലെ മനോഹരമായ ഒരു അധ്യായമായിരിക്കും. അരേ വാ, എത്ര മനോഹരമായ വരികൾ! സ്വന്തമാക്കാമായിരുന്നിട്ടും വിട്ടുകൊടുക്കേണ്ടി വന്ന എത്രയോ പ്രണയങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ടാവാം. എനിവേ, ലിവ് ഇറ്റ്. നമുക്ക് പുസ്തകത്തിലേക്ക് വരാം. ഡിയർ നീരജ്, ഈ പുസ്തകം പറഞ്ഞു വെക്കുന്നത് അത്രയും മനോഹരമായി തന്നെ ഒരാളെ നമുക്ക് സ്നേഹിക്കാം എന്ന് തന്നെയാണ്. പ്രണയത്തിലെ പവിത്രത, അതിനെ ഒരു വാക്കുകൊണ്ട് പോലും കളങ്കപ്പെടുത്താത്ത രണ്ട് കഥാപാത്രങ്ങൾ, അനുപമയും മധുമിതയും. പിന്നെ ഇതിലെ പ്രധാന കഥാപാത്രമായ നീരജും. അവിവാഹിതയായി നിന്ന് നീരജിനെ പ്രണയിക്കുന്ന അനുപമയും, ഓർമ്മ പോലും നഷ്ടപ്പെട്ട ഭർത്താവിനെ ആത്മാവായി സ്നേഹിക്കുന്ന മധുമിതയും സ്നേഹത്തിൻ്റെ രണ്ട് അടയാളങ്ങൾ തന്നെയാണ്. ആരുടേതാണ് യഥാർത്ഥ പ്രണയമെന്നത് ഒരു ചോദ്യചിഹ്നം പോലെ വായനക്കാരിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ദേവദൂതൻ എന്ന പടത്തിലെ അലീന എന്ന ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായി ഈ ഒരു സോങ് സെറ്റ് ചെയ്തതും. അതിൽ മോഹൻലാൽ അലീന എന്ന ക്യാരക്ടറിനോട് ചോദിക്കുന്ന ഒരു മനോഹരമായ ചോദ്യമുണ്ട്. അതിങ്ങനെയാണ്: എത്ര ഭംഗിയായാണ് നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നത്? യെസ്, ഡിയർ നീരജും പറഞ്ഞു വെക്കുന്നത് അതുതന്നെയാണ്. അത്രയും മനോഹരമായി തന്നെ നമുക്കൊരാളെ സ്നേഹിക്കാം. നീരജിനെ തനിക്ക് അത്രയ്ക്കും ഇഷ്ടമായിരുന്നു. അവൻ അടുത്തുകൂടി പോകുമ്പോൾ ആരുമറിയാതെ തൻ്റെ കണ്ണുകൾ അവന് പുറകെ ചലിച്ചിരുന്നു. അവൻ്റെ ഗന്ധം തന്നെ മത്തുപിടിപ്പിച്ചിരുന്നു. അനുപമ അവനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വർഷം മുഴുവൻ താൻ അവനെ ദൂരെ മറഞ്ഞിരുന്ന് നോക്കിക്കാണുകയായിരുന്നു. അത്രയും മനോഹരമായ വരികൾ. മറ്റൊന്നും പറഞ്ഞു വെക്കുന്നില്ല. ഈ വരികളും പുസ്തകവും സ്നേഹവും നമുക്ക് സമ്മാനിച്ച റൈറ്റർ ജയലക്ഷ്മി ശ്രീനിവാസന് നന്ദി. സോ താങ്ക് യു. ദിസ് ഈസ് ഡയറീസ് ഓഫ് ഷാർ.